നമസ്കാരം, ഞാൻ ലതയാണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 4 ആണ്. അപ്പോൾ ഇതിനിടയിൽ ഇന്നലെ ഒത്തിരി പേര് വിളിച്ച് കുറേ സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ആ സംശയം തീർത്തിട്ട് പോവാമേ. ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു. അവിടുത്തെ ഭക്ഷണവും യാത്രകളും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. ഭക്ഷണം നമ്മുടെ കേരള ഫുഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെയുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും മലയാളത്തിൽ പച്ച മലയാളത്തിൽ എഴുതിയ ഹോട്ടലുകളാണ്. ഇക്കായൻസ്, അച്ചായൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എല്ലാ ഹോട്ടലുകളും നല്ലതാണ് കേട്ടോ. അവിടുത്തെ എല്ലാ ഭക്ഷണവും നല്ലതാണ്. നല്ല ഭക്ഷണം, നല്ല വൃത്തി. പിന്നെ ഇവിടുത്തെ പോലെ കള്ളത്തനമൊന്നും അവിടെ കാണിക്കാൻ പറ്റത്തില്ല. കയ്യാലെ പുറത്തിരിക്കും. അതുകൊണ്ട് ആരും ഭക്ഷണത്തിൽ കള്ളത്തനം കാണിക്കത്തില്ല. റേറ്റും കുറവാണ്. അതായത് നമ്മളൊരു ചോറ് മേടിക്കുവാണെങ്കിൽ 10 ദിറമാണ് അവിടുന്ന്. 10 ദിറം എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുമാത്രം കറികൾ കാണുമെന്നറിയോ? ഒത്തിരി കറികൾ കാണും. ഒരു കുഞ്ഞു പാത്രത്തിൽ പായസം കാണും. 10 ദിറം എന്ന് പറഞ്ഞാൽ 240 രൂപ. നമ്മൾ ഇവിടെ ആ 240 രൂപ കൊടുത്താൽ അത്രയും രുചിയുള്ളൊരു ഭക്ഷണം നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഭക്ഷണത്തിനെ കുറിച്ച് ആരും പേടിക്കേണ്ട. നല്ല ഭക്ഷണമാണ്. നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ 240 എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ സ്വാദും വൃത്തിയും നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് കേട്ടോ. ഭക്ഷണത്തെക്കുറിച്ച് തോന്നണ്ട. പിന്നെ നമുക്ക് നമ്മുടെ നാട് വിട്ട് അവിടേക്ക് പോയി നമുക്ക് പെട്ടെന്ന് ഭക്ഷണത്തിനോടൊന്നും കൊതിയൊന്നും വരത്തില്ല. പക്ഷേ അവിടെ ഇവിടെ നോക്കിയാലും ഹോട്ടലുകളാണ്. കോഴിയൊക്കെ പൊരിച്ചങ്ങ് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തിന്നണം എന്നുള്ളൊരു ഇത് തോന്നത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഫ്രൂട്ട്സാണ് കഴിച്ച് ഭക്ഷണം കഴിച്ചില്ല എന്നല്ല, ഒരു ഇച്ചിരി ഭക്ഷണം ആണ് കഴിച്ചത്. കൂടുതലും മോൻ മാത്രം ഇച്ചിരി ഐസ്ക്രീമും ചോക്ലേറ്റും അവൻ ഏറ്റവും കൂടുതൽ കഴിച്ചു. അല്ലാണ്ട് ബാക്കി ഭക്ഷണങ്ങളൊന്നും ആരും കഴിച്ചിട്ടില്ല. എല്ലാ ഫ്രൂട്ട്സ് തന്നെയാണ്. വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ട്സാന്ന് എന്തോരം പച്ച ഇങ്ങനെ പറിച്ചുകൊണ്ട് വെക്കത്തില്ലേ, അതുപോലത്തെ ഫ്രൂട്ട്സാണ്. അപ്പോൾ പിന്നെ അത് കഴിക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ട് വരുമ്പോൾ നമുക്ക് ഒട്ടും കഴിക്കാനും തോന്നത്തില്ല. ഞങ്ങൾ കൂടുതൽ വെള്ളവും ഫ്രൂട്ട്സുമാണ് കൂടുതൽ കഴിച്ചത്. അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട. വണ്ടി ടാക്സി ഉണ്ട് അവിടെ. അതിനുള്ളിൽ പേര് ഡീറ്റെയിൽസ് സഹിതമാണ്. നമുക്ക് എവിടെ യാത്ര ചെയ്യാൻ പറ്റും. കള്ള ടാക്സി എന്നും അങ്ങനെയൊന്നും നമ്മളെ ആരും പറ്റിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റിക്കുന്ന കുറേ മലയാളികളുണ്ട്, പറ്റിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അത് മലയാളികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അത് ഇത് ചെയ്യും എന്നൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോകാതിരുന്നാൽ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണം. ഭക്ഷണം പ്രശ്നമില്ല, വണ്ടിയും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ധൈര്യമായിട്ട് പോയി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം ടാക്സി പിടിച്ച് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് കൊണ്ടുപോകും. ആ കാണുന്ന മീറ്റർ റീഡിങ് അനുസരിച്ച് തന്നെ കാശ് കൊടുത്താൽ മതി. ഇവിടുത്തെ പോലെ 50 രൂപ കൂട്ടി 100 രൂപയും ബാർഗെയിനിങ്ങും അടിയും ബഹളം ഒന്നും അവിടെ ഇല്ല. പിന്നെ മെട്രോ ഉണ്ട്. നമുക്ക് മെട്രോയിൽ കയറി എവിടെ വേണേലും പോകാം. ബസ്സുണ്ട്. പക്ഷെ ബസ്സിൻ്റെ റേറ്റും ടാക്സിയുടെ റേറ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ടാക്സി പിടിച്ചാൽ പോകുന്നത്. ബസ്സിൽ യാത്ര ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് ബോട്ടുണ്ട്. എന്നിട്ട് ദുബായ് വരെ പോകാൻ ഫെറിയിൽ പോയാൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട. ബസ്സിലൊക്കെ പോകാം കേട്ടോ. അതൊന്നും വലിയ കാശായിട്ടൊന്നും നിങ്ങൾ കൂട്ടണ്ട. നമുക്ക് കാശ് പോകുന്ന എവിടെ വെച്ചാൽ ടിക്കറ്റുകളെടുത്ത് ചില സ്ഥലങ്ങളിൽ പോകുന്നിടത്ത് ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മോന് മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. മോള് വീൽ ചെയറിലായതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ സീസൺ ടൈമാണ്. ഹോട്ടലുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം ഫെബ്രുവരി വരെ സമയം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താലും ഫെബ്രുവരിയിലേക്ക് ടിക്കറ്റ് ചെയ്താൽ ആ ഡേറ്റ് അനുസരിച്ച് റേറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ 4th വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കണ്ട സ്ഥലങ്ങൾ, അടുത്ത് കണ്ട ഒരു 6-7 സ്ഥലം. കാരണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയാലേ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ കാണാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ച് പറയുവാണേ. കൽബ, ഫുജൈറയിലെ കൽബ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ഷാർജയിൽ തന്നെയാണ് കേട്ടോ. ഷാർജയിൽ നിന്ന് ഫുജൈറയിലേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ ആ റൂട്ട് വഴിയാണ് സന്ദർശിച്ച്. ഇത് കഴിഞ്ഞ ശേഷം ഇതാ ഫ്രെയിം കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഫ്രെയിം കഴിഞ്ഞിട്ട് വേറെ 1-2 സ്ഥലങ്ങൾ കണ്ടു അല്ലേ. അത് കഴിഞ്ഞ ശേഷം അതുവഴി പോകുമ്പോഴാണ് ഈ കൽബ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകൃതി രമണീയം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ സീനറികളുടെ ഒരു രസമാണ്. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലെന്നേ. നമ്മൾ പറയുന്ന ഭയങ്കര പച്ചപ്പ് നമുക്കാന്ന് ഒന്നുമല്ല. മരുഭൂമിയിലാണ് പച്ചപ്പ് മൊത്തം.
അത്ര നല്ല സീനറികൾ കാണുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മാംഗ്രോവ് എന്ന് പറയുന്ന രണ്ടാമത്തത്, അവിടെ തന്നെ മാംഗ്രോവ് എന്ന് പറയുന്ന ഒരു കാടിനുള്ളിൽ കയറി പോകുമ്പോൾ മീന്, അക്വേറിയം ഉണ്ട്, കിളികളെ വളർത്തുന്ന സ്ഥലമുണ്ട്. നല്ല രസമാണ്. നടന്ന് നമ്മുടെ നമുക്ക് അങ്ങ് അറ്റം വരെ പോവാം. ഒരു കുഞ്ഞു പാലത്തിൽ കൂടി അടിയിൽ വെള്ളം, അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം കൂടി അവിടെ ഉണ്ട്. ഇടയിൽ നമുക്ക് കയറി പോണ്. ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പോയത് ഹാങ്ങിങ് ഗാർഡൻസ് എന്ന് പറഞ്ഞ കൽബയിൽ തന്നെ, അതായത് ഫുജേറയിലേക്ക് പോകുന്ന വഴിയിൽ കൽബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. അത് രസമാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റി നമ്മൾ പറയില്ലേ ശബരിമലയിൽ പോകണമെന്നൊക്കെ പറയത്തില്ലേ, ഹൈറ്റിൽ അത് പോയി പോകുമ്പോൾ മൊത്തം നാടൻ പൂക്കളും, ഒരു രക്ഷയില്ലാത്ത പൂക്കൾ പൂത്ത് ഇനിയിപ്പോൾ തണുപ്പ് സമയമാകുമ്പോഴേ ഭയങ്കരമായിട്ട് പൂത്ത് കിടക്കും. അത് ഭയങ്കര രസമാട്ടോ. അത് കറങ്ങി അങ്ങ് മേളിൽ പോകുമ്പോൾ വെള്ളച്ചാട്ടമാണ്. മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് വെള്ളച്ചാട്ടം. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതുവഴി കറങ്ങി മേളിൽ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് നിൽക്കാം. ശരിക്കും അത് ഭയങ്കര രസമാട്ടോ. ഒരു രക്ഷയില്ലെന്നേ, കൊതി വരും. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു സീൻ അതുപോലത്തെ കാണാത്ത എന്ത്, ഇത്രയും ചെടികളും ഇലയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ അഹങ്കരിക്കുന്നില്ലേ. നമ്മുടെ നാടാണ് ഭയങ്കര രസം. ഒന്നുമല്ല കേട്ടോ, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ. ഇനി നിങ്ങളാരും കാണാത്തൊരു ചെടി ഇതേ കാണിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിടക്കുന്ന ആർക്കും വേണ്ടാത്തൊരു ചെടി വരെ ഇവിടെ പളുങ്ക് പോലെ മണം പിടിച്ച് കിടക്കുന്നത്. നോക്കിക്കേ, ഇതിനൊക്കെ എന്താ ഞാൻ പറയണ്ടേ. കണ്ടിട്ട് കാരണം കേട്ടോ, ഭയങ്കര രസമാണ്. അതാണ് ഞങ്ങൾ രണ്ടാമത് കണ്ട സംഭവം. മൂന്നാമത് കണ്ടതാണ് മാംഗ്രൂവ്. മാനുകളുണ്ട്, കടലുണ്ട്, മീനുകളുണ്ട്, അക്വേറിയമാണ്, കിളികളുണ്ട്. പിന്നെ അതിൽ കൂടെ നടന്ന് അങ്ങ് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു mangroves കട്ടവെയിൽ. നമ്മുടെ തിരുവനന്തപുരത്തെ മ്യൂസിയം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കും. ചാടി പിടിക്കോ? പോകാമോടാ? चावल जला है ना, जलाने के बाद फॉर एग्जांपल ये बखूर है, तो अगर बखूर डालेंगे ना तो ऊपर जिसमें से स्मोक निकलेगा ना, उसमें खुशबू आ रही हो, यानी you will get the smell. എടുക്കുമോ? You understand?
അവിടെ നിന്നു. ഇത് ഫുജൈറ മാളിലാണ്. ഒരു മാള, അതിനകത്തും ഇതുപോലെ തന്നെ ഷോപ്പുകളും അതും ഇതും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഒത്തിരി ഉള്ളൊരു സ്ഥലം. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ടിക്കറ്റ് എപ്പോഴും ബുക്ക് ചെയ്യുമ്പോഴും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ട്യൂസ്ഡേ പോകാൻ കണക്കാക്കിയിട്ടേ ബുക്ക് ചെയ്യാവും. കാരണം വെച്ചാൽ ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ മാളുകളിൽ പോവാം. ചീപ്പ് റേറ്റിന് അന്ന് നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ദിവസമാണ് കേട്ടോ. അപ്പം അത് ഭയങ്കര നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോകണം കേട്ടോ. എന്തായാലും കയ്യിൽ നമ്മൾ കുറച്ച് കാശൊക്കെ കൊണ്ടുപോകും അതും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇത് പറഞ്ഞു തരുന്നത് ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കറിയാലോ, കണ്ട ആക്രികൾ മൊത്തം പറക്കുന്ന ഒരു സ്വഭാവം, എവിടെ പോയാലും കുറേ ആക്രി വാരിക്കൂട്ടുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഫുജൈറയിൽ തന്നെ അംബ്രല ബീച്ച്, അത് കുട എങ്ങനെ ഇരിക്കും, കുട പോലെ ഇരിക്കുന്ന ഒരു കുടയുടെ രൂപത്തിലിരിക്കുന്ന ഒരു ബീച്ചാണ്. നമുക്ക് അവിടെ പോയി നല്ല കാറ്റ് കൊള്ളാനും എല്ലാം നല്ല രസമാണ് കേട്ടോ. അവിടെയൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങനൊരു ബീച്ചിൽ പോയേ. ബീച്ച് കണ്ട ശേഷം ഞങ്ങൾ പോയത് കോർഫുഖാൻ വാട്ടർഫോൾസ്. കോർഫുഖാൻ വെച്ചാൽ റോഡിലാണ്, നമ്മൾ വണ്ടി പോകുന്ന റോഡിലാണ് ഈ വാട്ടർഫോൾസ്. നമുക്ക് വണ്ടി ഇതിപ്പോൾ മോൾക്ക് വീൽ ചെയർ ഉള്ളതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ പ്രസ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും സിഗ്നൽ നിൽക്കും, നമുക്ക് ക്രോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാട്ടർഫോളിൽ പോയി റോഡിൽ, നമുക്ക് ആ റോഡിൽ നിന്ന് വാട്ടർഫോൾ കാണാം. ഞാൻ അതിൻ്റെ വീഡിയോസ് 1, 2, 3 ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇട്ട് തരാം. അപ്പം ചെന്ന് നിന്ന് കുട്ടികൾക്ക് കളിക്കാനും എല്ലാ കുഞ്ഞുങ്ങളും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കും കേട്ടോ. നല്ല രസമാണ് രാത്രിയിൽ. അതിൻ്റെ ഏറ്റവും മുകളിൽ ഹോട്ടലാണ്, വലിയൊരു ഹൈഫൈ ഹോട്ടലാണ്. നമുക്ക് പോയി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇച്ചിരി തുട്ടിറങ്ങി പോവേ, അതുകൊണ്ട് കേട്ടോ. റോഡിന്റെ ബ്ലോക്ക് കൂടിയിട്ട് ഞാൻ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴേ ഓളോള് ഫാമിലിയോടെ എന്നിട്ട് പിന്നെ അതെ, അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് കോർണിഷ് എന്നാണ് അവിടെ പറയുന്നത്. കോർഫുഖാൻ കോർണിഷ്. അവിടെ പോയാൽ അതും കാണാൻ കിട്ടും. നമ്മുടെ രണ്ടും ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമാണ്. നടന്നു പോയൊക്കെ കാണാം. എല്ലാവരും നടന്നാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ അന്ന് കണ്ടു. കാണാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ തൊട്ട് രാത്രി വരെ ഇത്രയും കറങ്ങിയിട്ട് ഇത്രയും കാണാനേ പറ്റിയിട്ടുള്ളൂ. വെച്ചാൽ അത്രയ്ക്കും മാത്രം കാണാനുണ്ട്. അപ്പം നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിസ്റ്റ് ഇട്ടേക്കാം എവിടെയൊക്കെ പോയി. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈവറോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു, ഞങ്ങളും വരുന്നു, ഒരു പുനലൂരുള്ളവരാ, എറണാകുളം ഉള്ളവരെ ഞങ്ങൾ എറണാകുളം എയർപോർട്ടിൽ നിന്ന് കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പോവുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വലിയ ലഗേജ് ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ, കുറച്ച് ഡ്രസ്സ് മാത്രമല്ലേ വേണ്ടി, മെഡിസിൻ ഡ്രസ്സ് മാത്രമല്ലേ വേണ്ടി. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പോവുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്താകുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ഇതെനിക്കുണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടി പോവാം. അപ്പം നേരത്തെ നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരു മാസം മുന്നെയെങ്കിലും നമ്മൾ റേറ്റ് കുറച്ച് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുന്നെയെങ്കിലും ബുക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളെ കൊണ്ടുപോവാം. അതനുസരിച്ച് നിങ്ങൾ എന്നോട് പറയണേ. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നതായിരിക്കും. പിന്നെ എറണാകുളത്ത് ആകുമ്പോൾ ഞാൻ പിന്നെ എറണാകുളത്ത് വരണം. പക്ഷേ തിരുവനന്തപുരത്തുകാരെയും കൂട്ടി ഞാൻ എറണാകുളത്ത് വരേണ്ടി വരും. തിരുവനന്തപുരത്തുകാരെയും കൂട്ടിയിട്ട് ഞാൻ എറണാകുളത്ത് വരേണ്ടി വരും. അതിനെക്കാട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് തിരുവനന്തപുരത്ത് നല്ല രസകരമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയാണ്. ഇങ്ങനെ കുറച്ച് ഷോർട്ട് വീഡിയോ ഇട്ട് തരുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിസ്റ്റ് ഞാൻ പറഞ്ഞ 6 ഇടത്ത് ഞങ്ങൾ പോയി എന്നുള്ളതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അത് നോക്കിയിട്ട് വേണം എടുക്കാൻ.